നമ്മളെ കിടപ്പിലായ കോയിസന്റെ മോനെല്ലാം വരുന്നു. ആ അവൻ തന്നെ ആണല്ലോ. കോയിസന്റെ വിശേഷം ഇപ്പം എന്തായിക്കല്ലോ? അത് നമുക്ക് അവനോട് തന്നെ ചോദിച്ചാടാ. ആ മോനെ ബാപ്പന്റെ വർത്താനപ്പം എന്തെല്ലൊക്കെ? ബാപ്പൻ ഒന്നല്ല സമാധിയാക്കി. സമാധിയാക്കേ? ആ വയസ്സായി ആകെ അത്തും പെത്തുമാക്കി. ഇന്ന് ചാവും നാളെ ചാന്ന് വെച്ച കൊറേ കാത്തു നോക്കി. ഏടാ എന്നിട്ട് പിന്നെ ഇപ്പൊ സമാധിയാക്കല്ലാണ്ട് വേറൊരു വകുപ്പും ഞാൻ കണ്ടില്ല. അല്ലടോ, സമാധിയാക്കാന്നൊക്കെ പറഞ്ഞാല് അതന്നെ. പിന്നെ ഞാനായിട്ട് കോൺക്രീറ്റ് കൂട്ടാനും മക്ബർ ഉണ്ടാക്കാനോ നിന്നില്ല. ആ കക്കൂസും കൂടി തോന്നുന്നു അതിൻ്റെ അകത്തേക്ക് ഇട്ടിച്ച്. ആ സമാധിയാക്കിയാ പിന്നെ ഈ ശരീരം ഒരു വേസ്റ്റ് അല്ലേ. എടോ, സമാധിയാക്കല് എന്ന് പറഞ്ഞാൽ ഒരാളെ കൊല്ലലല്ലേ? നിങ്ങളൊരുമാതിരി മുസ്ലിം തീവ്രവാദികൾ സംസാരിക്കുന്ന മാതിരി എന്നോട് സംസാരിക്കാൻ നിൽക്കരുത് കേട്ടോ. എന്നിട്ട് ഈ പ്രസ്കൊന്നും വെച്ചില്ല? ആ തിരുവനന്തപുരത്ത് ഒരു ടീം ഫ്ലെക്സ് വെച്ചതിന്റെ പുകിലൊന്നും നിങ്ങൾ കണ്ടില്ലേ? ഈ പുകിലൊക്കെ ഇപ്പൊ പ്ലസ് വെച്ചേനായിരുന്നു. ഞാൻ വിചാരിച്ച സമാധിയാക്കിയാനാണ്. ഏതായാലും ബാപ്പന്റെ കാര്യത്തിൽ വല്ലാത്തൊരു ആദ്യേനു. ഇപ്പൊ സമാധിയാക്കിയപ്പോഴാ ഒരു സമാധാനമായത്. എന്നാ ഞാൻ വരട്ടെ. ബാപ്പനക്കൊന്ന് കക്കൂസ് കുഞ്ഞി താത്തിന്നല്ലേ ഓനാ പറഞ്ഞതിന്റെ പച്ച മലയാളം. നീ ഓനെ പറഞ്ഞ മാതിരി മുസ്ലിം തീവ്രവാദികളായി സംസാരിക്കട്ടോ. ഒന്നുമില്ല, ഓന് നമ്മളെ കൗമല്ലേ. എന്നാലും നമ്മളെ കോയിസനോന് സമാധിയാക്കി അത്ര തന്നെ. നീ പോരുന്നാ പോരി. അത് തന്നെ.